നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സഭാ തർക്കം ചാലിശ്ശേരിയിൽ സെമിത്തേരി ഓർത്തഡോക്സ് വിഭാഗം പൂട്ടിയതായി പരാതി. ഇതോടെ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിക്ക് പുറത്ത് പ്രാർത്ഥന നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ പോയ യാക്കോബായ വിശ്വാസികൾക്ക് ഇതിന് അനുവാദം നൽകാതെ സെമിത്തേരി പൂട്ടിയെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ പരാതി. ഇത് സംബന്ധിച്ച് സെമിത്തേരി ബിൽ ചട്ടപ്രകാരം പ്രവേശനം അനുവദിക്കാതെ തങ്ങളെ തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ പോലീസിൽ പരാതി നൽകി. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം യാക്കോബായ വിശ്വാസികൾ ബന്ധുക്കളുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ മാതൃപള്ളിയുടെ സെമിത്തേരി കോമ്പൗണ്ടിലെത്തി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ പ്രവേശനാനുമതിയെക്കുറിച്ച് വിശദീകരിച്ചു. തൃത്താല SHO VV വിമൽ ഇരുവിഭാഗങ്ങളുമായി സംസാരിച്ചെങ്കിലും സെമിത്തേരി തുറന്നു നൽകപ്പെട്ടില്ല. ഇതോടെ യാക്കോബായ വിഭാഗം സെമിത്തേരിക്ക് പുറത്ത് പ്രാർത്ഥന നടത്തി മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും സെമിത്തേരി വിഷയത്തിൽ സംഘർഷം നടന്നിരുന്നു. അന്ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ യാക്കോബായ വിഭാഗം അതിക്രമിച്ച് കയറിയെന്ന് ആരോപിച്ച് ഓർത്തഡോക്സ് വിഭാഗം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ഇടവക വികാരി, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നും ഓർത്തഡോക്സ് വിഭാഗം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി വിധി പ്രകാരമുള്ള സംരക്ഷണം തങ്ങളുടെ ദേവാലയത്തിന് നൽകണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആവശ്യം. സംഘർഷ സാധ്യത പരിഗണിച്ച് ഞായറാഴ്ചകളിൽ ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനുകളിലെ SIമാരുടെ നേതൃത്വത്തിൽ പോലീസ് സേന സ്ഥലത്തുണ്ടായിരുന്നു. പട്ടാമ്പി പാലത്തിനരികിൽ ഭാരതപ്പുഴയിൽ സാമൂഹിക വിരുദ്ധർ തീയിട്ടതിനെ തുടർന്ന് പാലത്തിന്റെ ഇരുവശത്തുള്ള കുറ്റിക്കാടുകൾ കത്തിനശിച്ചു. അനിയന്ത്രിതമായ മണലെടുപ്പിൽ നശിച്ച പുഴയുടെ അരികിലെ കളിമണ്ണ് തിട്ടയിൽ വളർന്നു വന്ന ചെടികളും പക്ഷികളടക്കമുള്ള ജീവജാലങ്ങളും അഗ്നിക്കിരയായി. പട്ടാമ്പി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണച്ചു. പുഴയിൽ അതിക്രമം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന് ഭാരതപ്പുഴ സംരക്ഷണ സമിതി കോർഡിനേറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് ആവശ്യപ്പെട്ടു. ഭാരതപ്പുഴയിൽ തീയിടുക എന്ന ഒരു നശീകരണ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നുണ്ട് പലരും. ഇപ്പോൾ വേനൽക്കാലമാണ്, ചെറിയൊരു തീയുടെ ആവശ്യമുള്ളൂ പുഴ ആകെ കത്തിപ്പിടിക്കാൻ. ഇന്നിപ്പോൾ പട്ടാമ്പിയിൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ടത്. ആദ്യം പുഴയുടെ കിഴക്ക് വശത്ത് തീയിട്ടു. അവിടുന്ന് തീ ചെന്നിട്ടോ ഇനി എങ്ങനെയെന്നറിയില്ല, അതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് കടന്നു പിടിച്ച് ഇപ്പുറത്തെ സൈഡും മുഴുവൻ കത്തുന്നൊരവസ്ഥ. പക്ഷെ ഇത്തരത്തിൽ കത്തുമ്പോൾ അവിടെ ജീവിച്ചു പോരുന്ന ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. മണലെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുഴ ശരിക്കും ഒരു കാടായി മാറിയിരിക്കുക. ഇങ്ങനെയുള്ള കുറ്റിക്കാടുകൾ ജീവിച്ചു പോകുന്ന ഒരുപാട് സസ്തനികളുണ്ട്. അതുപോലെ പൂമ്പാറ്റകൾ, മറ്റു പക്ഷികൾ തുടങ്ങി ഇഴജന്തുക്കൾ തുടങ്ങി ഒട്ടനവധി ജീവികൾ, മനുഷ്യന്റെ സഹജീവികൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അവർക്കെല്ലാം തന്നെ നാശമാകുന്ന തരത്തിൽ. അതുപോലെ കുറച്ച് കരിഞ്ഞ ഇലകളുണ്ടെങ്കിൽ ആ ഇലകൾക്കടിയിൽ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാൻ ഒരു അവസരമുണ്ടാവും. അതുകൂടി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്, സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ്. നാളെ സംസ്ഥാന വ്യാപകമായി കടമുടക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാര സ്ഥാപനങ്ങളിൽ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കണമെന്നും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും 3 വീതം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നുമുള്ള പുതിയ നിബന്ധനകൾ പിൻവലിക്കുക, മാലിന്യങ്ങൾ ഇല്ലാത്ത സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകണമെന്ന നിബന്ധന ഒഴിവാക്കുക തുടങ്ങി 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ നാളെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനിൽ സമാപിക്കുന്നതിനിടെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ സംസ്ഥാനത്ത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് 1,00,000 അധികം വ്യാപാരികൾ മഹാസംഗമത്തിൽ പങ്കാളികളാകുന്നത്. നാളെ സംസ്ഥാനത്ത് മെഡിക്കൽ ഷോപ്പ്, ഹോട്ടൽ, പച്ചക്കറി തുടങ്ങി എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടയ്ക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുട്ടനാട് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷക്കീർ TP, സലീം ചുങ്കത്ത്, സുഭാഷ് റോയൽ, ബിനീഷ്, അഷ്റഫ് KA, V മാനു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മേഖല ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ ജനുവരി 29-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 14 ജില്ലകളിൽ പര്യടനം പൂർത്തീകരിച്ച് നാളെ ഫെബ്രുവരി 13-ാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ അവസാനിക്കുകയാണ്. ഈ പ്രതിഷേധ സംഗമത്തിൽ വ്യാപാരികൾ ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യങ്ങൾ ഇന്ന് നിയമനിർമ്മാണത്തിലൂടെ വ്യാപാരികളെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും വ്യാപാര സ്ഥാപനങ്ങളിൽ
വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുക, വ്യാപാര സ്ഥാപനങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുക, ഹരിതകർമ്മസേന വേസ്റ്റ് ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ഫീസ്. നാളെ സംസ്ഥാന വ്യാപകമായി ഒരു വിഭാഗം വ്യാപാരികൾ ആഹ്വാനം ചെയ്ത കടയടയ്ക്കൽ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കുട്ടനാട് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നും ഇവർ പറഞ്ഞു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്ന് പോകുന്ന സാഹചര്യത്തിൽ കടയടപ്പ് സമരം കുത്തകകളെയും ബഹുരാഷ്ട്ര വിമന്മാരെയും സഹായിക്കുക എന്ന് ലക്ഷ്യമിട്ടാണെന്നും ഇവർ ആരോപിച്ചു. നാളെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുഴുവൻ വ്യാപാരികളും കേരള വ്യാപാരി വ്യവസായ സമിതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നാളെ നടത്തുന്ന സംസ്ഥാന വ്യാപകമായിട്ട് പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് നടത്തുന്ന ഒരു വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള പണിമുടക്ക് വ്യാപാരികളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസകരമാണ്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത കേരളത്തിലെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഒരു കടയടപ്പ് സമരം ഇവിടുത്തെ കുത്തകളെയും അതുപോലെ തന്നെ ബഹുരാഷ്ട്ര ഭീമന്മാരെയും സഹായിക്കുന്നതിന് തുല്യമാവുകയുള്ളൂ. ആളുകളെ കസ്റ്റമേഴ്സിനെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു വിഭാഗം വ്യാപാരികൾ നാളെ നടത്തുന്ന പണിമുടക്കിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്ത് വ്യാപാരികൾക്ക് പ്രയാസകരമല്ലാത്ത രീതിയിൽ നാളെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ച് വ്യാപാരി വ്യവസായ സമിതിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനവും അതുപോലെ തന്നെ നമ്മുടെ തൃത്താല ഏരിയയിലെ DAWF വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി കൺവെൻഷൻ നടന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ഏരിയ കമ്മിറ്റി കൺവെൻഷൻ CPM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PI യൂസഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം K ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനാ സെക്രട്ടറി MV സുലൈമാൻ, ട്രഷറർ ഹക്കീം പഴയന്നൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വള്ളത്തോൾ നഗർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M സുലൈമാൻ, കമല ജയപ്രകാശ്, KP അനിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ നാടിന്റെ അഭിമാന താരങ്ങളായി മാറിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ അഭിമാന നേട്ടം കൈവരിച്ച പ്രതിഭകൾക്കും DYFI കോതച്ചിറ മേഖലാ കമ്മിറ്റി സ്നേഹാദരവ് നൽകി. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഉദയൻ TU അധ്യക്ഷത വഹിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ പ്രതിഭകൾക്കും സംസ്ഥാന കലോത്സവ വിജയികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A കുട്ടിനാരായണൻ, DYFI ബ്ലോക്സ് പ്രസിഡന്റ് KA പ്രയാൻ, മേഖലാ സെക്രട്ടറി പാവുലോവ്, ട്രഷറർ ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI പ്രവർത്തകൻ വിഷ്ണു കടവാരത്ത് കാപ്പിപ്പൊടിയിൽ താൻ തീർത്ത റഫീഖ് അഹമ്മദിന്റെ ഛായാചിത്രം ചടങ്ങിൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. തുടർന്ന് പ്രാദേശിക ഗായകരുടെയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം കൃഷ്ണയുടെയും ഗാനാലാപനവും അരങ്ങേറി. വളരെ സ്പഷ്ടമാണ്. അതായത് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ തന്നെ പ്രായത്തിലുള്ള ആളുകളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ പരസ്യമായി പറയാൻ പഠിച്ചിരുന്നു. അല്ലെങ്കിൽ പരസ്യമായി പറയുമ്പോൾ അത് വൃത്തികേടാണെന്ന് വിചാരിച്ചിരുന്ന, അതൊരു പ്രാകൃതമായ കാര്യമാണെന്ന് വിചാരിച്ചിരുന്ന പലതും ഇന്ന് വളരെ പരസ്യമായ രീതിയിൽ ആളുകൾ പരസ്പരം പറയുകയും മതത്തിൻ്റെയും ജാതിയുടെയും വർത്തമാനങ്ങൾ ഏറ്റവും പ്രകടമായ രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ അങ്ങേറ്റത്തെ ശാസ്ത്ര സാങ്കേതിക ഔന്നത്യങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഒരു ഗ്രാമമായിട്ടും ഒരു നഗരമായിട്ടൊക്കെ മാറുന്ന രീതിയിൽ, അതിർത്തികൾക്ക് പോലും പ്രസക്തിയില്ലാത്ത രീതിയിൽ, അതിരുകളില്ലാത്ത രീതിയിൽ നമ്മുടെ ലോകം വികസിച്ചിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00.
മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടർന്നു. പ്രളയത്തിൽ തകർന്ന പൈങ്കുളം വാഴാലിപ്പാടം മായന്നൂർ ഉരുക്ക് തടയങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തികളുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു. 17-ാം തീയതിയാണ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 12.6 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം ഷൊർണൂർ MLA മമ്മിക്കുട്ടി നിർവഹിച്ചു. യോഗത്തിൽ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ, വാണിയംകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, വാർഡ് മെമ്പർ മുസ്തഫ എന്നിവർ സംസാരിച്ചു. കുരുന്നുകളുടെ കലാപ്രകടനവുമായി പഞ്ചായത്ത് തല പ്രീ പ്രൈമറി ഫെസ്റ്റ് മുതുതല AUP സ്കൂളിൽ നടന്നു. പട്ടാമ്പി AO സജിത് കുമാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 4 പഞ്ചായത്തിൽ നിന്നുള്ള കുരുന്നുകൾ കലാമേളയിൽ പങ്കെടുത്തു. കുഞ്ഞിച്ചിലങ്ക എന്ന പേരിലാണ് മുതുതല AUP സ്കൂളിൽ വെച്ച് പ്രീ പ്രൈമറി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി BRC പരിധിയിലെ 4 പഞ്ചായത്തുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രീ പ്രൈമറി ഫെസ്റ്റിൽ പങ്കെടുത്തത്. മുതുതല, പരുതൂർ, തിരുവേക്കപ്പുറ, കുൽക്കലൂർ പഞ്ചായത്തുകളിലെ 30ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 450ഓളം കുട്ടികൾ കലാമേളയിൽ മാറ്റുരച്ചു. രാവിലെ പട്ടാമ്പി AEO സജിത് കുമാർ പ്രീ പ്രൈമറി ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രീ പ്രൈമറി കലോത്സവങ്ങൾ 2 വേദികളിലായി നടക്കാറുണ്ട്. ഇതില് നടത്താനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ വേദി കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരാറ്. വലിയ കാര്യമായിട്ടാരും അത് താല്പര്യപ്പെട്ട് വരാറില്ല. കഴിഞ്ഞ ദിവസം ഗാനപത്തൂരും അതുപോലെ തന്നെ കുലാശയിലും വെച്ചാൽ നടത്തുന്നത്. ഇപ്രാവശ്യം ആരാണ് ഇത് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അപ്പോഴുള്ള നമ്മുടെ അച്ഛന്മാർ നടത്തുമ്പോൾ അച്ഛന്മാരെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അങ്ങനെ എഴുതിയിട്ടില്ല. എപ്പോഴും പണി എഴുതിയിരിക്കുമ്പോൾ ഗുണം വെച്ച് കഴിഞ്ഞാൽ തലതാതിയില്ലല്ലോ, മുഖം കാണില്ല. PTA പ്രസിഡന്റ് രവികുമാർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ CS ശ്രീഹരി, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് കുമാർ, VP മനോജ്, പ്രീ പ്രൈമറി ഉപജില്ലാ സെക്രട്ടറി രാധിക, പ്രധാനാധ്യാപക ഫോറം കൺവീനർ പ്രദീപ് കുമാർ, പ്രസീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ച നാളെ ആഘോഷിക്കും. രാവിലെ മൗലിദ് പാരായണം, കൂട്ട സിയാറത്ത്, ഖുർആൻ പാരായണം എന്നിവ നടക്കും. തുടർന്ന് കാലത്ത് 12 മണി വരെ ഭക്ഷണ വിതരണം ഉണ്ടാകും. ഉച്ചയ്ക്ക് 1:30 നേർച്ച കൊടിയേറ്റം നടക്കും. 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് തൃത്താല പൈതൽ ജാറവും ആണ്ട് നേർച്ചയും. പൈതലിലെ ജാറത്തിങ്ങനെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള പ്രധാന പരിപാടികൾ നാളെ ചൊവ്വാഴ്ചയാണ് നടത്തുന്നത്.
സുബഹി നമസ്കാരത്തിന് ശേഷം നടക്കുന്ന മൗലൂദ് പാരായണവും അതിനുശേഷം ജാറത്തിങ്ങൾ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയ്ക്കും ശേഷം രാവിലെ 9 മണി മുതൽ 12 മണി വരെ വിവിധ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അതോടനുബന്ധിച്ച് നേർച്ചയുടെ പ്രധാന ഘടകമായ കൊടികയറ്റം 1:30 നടത്തപ്പെടുന്നതാണ്. മനസ്യൂതം ഖുർആൻ പാരായണം 9 മണി മുതൽ 12 മണി വരെ അന്നദാനം. എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അന്നദാനം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് 1:30 കൊടികയറ്റം, തുടർന്ന് ഖുർആൻ പാരായണം രാത്രി 8:30 വരെ. അങ്ങനെ ഈ വർഷത്തെ പൈതലിൻ്റെ വിദ്യാർത്ഥികൾ നേർച്ച വളരെ വിപുലമായ നല്ല രീതിയിൽ നടത്താനുള്ള പരിപാടികളാണ്. അതിൻ്റെ 1-ാം ദിവസമായ ഇന്ന് മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ. ചൊവ്വാഴ്ച നടക്കുന്ന തൃത്താല പൈതൽച്ചാറ ആണ്ട് നേർച്ചയുടെ ഭാഗമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. വാവൂർ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും പള്ളിയങ്കണത്തിൽ നടത്തിയത്. 200-ലേറെ നാട്ടുകാർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധനകൾക്ക് വിധേയരായി. മഹല്ല പ്രസിഡന്റ് വി മുഹമ്മദ് മാസ്റ്റർ, മഹല്ല സെക്രട്ടറി PT സക്കീർ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ MN മുഹമ്മദ് അലി, സ്വാഗത സംഘം മെമ്പർ PV ബീരാവുണ്ണി, OSF സെക്രട്ടറി AK ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രം ഉത്സവാഘോഷത്തിനൊരുങ്ങി. ഫെബ്രുവരി മുതൽ ഉത്സവം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 13 മുതൽ 20 വരെയാണ് ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ആറാട്ടുത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉത്സവാഘോഷത്തിന്റെ കൊടിയേറ്റം ഫെബ്രുവരി 13 ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊടികയറി തിരുവാതിര നക്ഷത്രത്തിലെ ആറാട്ടോടുകൂടി അതിഗംഭീരമായി നടക്കുന്ന ഉത്സവം ഇക്കൊല്ലം ഫെബ്രുവരി 13-ാം തീയതി വൈകുന്നേരം കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്നു. 20-ാം തീയതി വൈകുന്നേരം ദീപാലങ്കൃതമായ ക്ഷേത്രക്കുളത്തിൽ വെച്ച് അതിഗംഭീരമായ ആറാട്ടോടുകൂടി സമാപിക്കുന്നു. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഉത്തര മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ അതിഗംഭീരമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നിരവധി ശ്രേഷ്ഠന്മാരായ നമ്പൂതിരിമാരെല്ലാം ചേർന്ന് ഉള്ളിലെ എല്ലാ ക്രിയകളും അഭിഷേകാദികൾ, അർച്ചനാദികൾ, ഹോമാദികൾ എല്ലാം നടത്തി അതിഗംഭീരമായി ഉള്ളിലെ പരിപാടികളും പുറത്ത് വിഘ്നേശ്വര സംഗീത നൃത്ത മണ്ഡപത്തിൽ വൈകുന്നേരം മുതൽ രാത്രി വരെ നീളുന്ന സംഗീത, നൃത്ത, കഥകളി, ഓട്ടംതുള്ളൽ, നങ്ങിയാർകൂത്ത് തുടങ്ങിയ അതിഗംഭീരം പരിപാടികളോടെ ഇക്കൊല്ലവും സമുചിതമായി ആഘോഷിക്കുകയാണ്. തുടർന്ന് മൽഹാർ ഓങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന സംഗീത വാദ്യ സമന്വയം നടക്കും. രാത്രി 8:30 കുറുക കൈക്കൊട്ടിക്കളി സംഘം ഓങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളിയും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കൈക്കൊട്ടിക്കളി, പാടകം, ഭരതനാട്യം, കച്ചേരി, തിരുവാതിരക്കളി, നാങ്ങ്യാർകൂത്ത്, തായമ്പക, കഥകളി, സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം, അഖില കേരള ചിത്രരചനാ മത്സരം എന്നിവ നടക്കും. ഉത്സവ സമാപന ദിവസമായ 20 യാത്രാബലി, ആറാട്ട് എന്നിവ നടക്കും. തുടർന്ന് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടു കൂടിയ തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിയിറക്കൽ എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പേരമംഗലൂർ പരമേശ്വരൻ നമ്പൂതിരി, മുരളീധരൻ മുരളിക, രാമചന്ദ്രൻ കാട്ടാളത്ത്, ശ്രീഹരി വാരിയർ, VT ഗോവിന്ദൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉത്സവകാല ഓർമ്മകൾക്ക് തിളക്കമേകി തളി ഫെസ്റ്റ് 2K24 വർണ്ണാഭമായി. തളിയിലെ ഉത്സവങ്ങൾക്ക് പുനർജീവൻ നൽകിക്കൊണ്ടാണ് തളി ഫെസ്റ്റ് ആഘോഷിച്ചത്. ഗല്ലി ബോയ്സ്, ഗ്യാങ് ഓഫ് മുക്കിലപീടിക, മിന്നൽപട, വടക്കൻസ്, പലത്തിങ്കൽ ബോയ്സ്, ബെസ്റ്റ് ബോയ്സ്, കച്ചേരി മെമ്പേഴ്സ് എന്നീ ടീമുകൾ പങ്കെടുത്തു. തുടർന്ന് ഷമീർ പട്ടുറുമാലും റൈഹാന മുത്തുവും നയിച്ച ഈശൽ നൈറ്റ് അരങ്ങേറി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.tv. നമസ്കാരം.